എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL-ൽ ഇന്ന് രാജസ്ഥാനും ലക്നൌവും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. അതിൽ ലക്നൌ ഇപ്പോൾ മികച്ച വിജയം നേടിയിരിക്കുകയാണ്. ഇന്നത്തെ ലക്നൌവിന്റെ വിജയത്തോടെ പോയിന്റ് ടേബിൾ ആകെ മാറിമറിഞ്ഞു. മുംബൈക്കും ചെന്നൈക്കും സന്തോഷ വാർത്തയാണ് പുറത്തുവന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പുതിയ IPL പോയിന്റ് ടേബിൾ അനാലിസിസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഇന്ന് ടോസ് നേടിയ ലക്നൌ ബാറ്റിംഗ് ആയിരുന്നു തിരഞ്ഞെടുത്തത്. മാർക്രം സമദ് എന്നിവരുടെ ബലത്തിൽ ലക്നൌ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 180 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ ജയ്സ്വാൾ രാജസ്ഥാന് വേണ്ടി തകർപ്പൻ അർദ്ധ സെഞ്ചുറി കുറിച്ചെങ്കിലും അവർക്ക് വിജയം നേടിയെടുക്കാൻ ഇന്ന് കഴിഞ്ഞില്ല. ഇന്ന് കളി ലക്നൌ ജയിച്ചപ്പോൾ പോയിന്റ് ടേബിളിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ഉച്ചയ്ക്ക് നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ജയിച്ചതോടെ പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്തേക്ക് അവർ എത്തി. ഡൽഹിയെ മറികടന്ന് 10 പോയിന്റുമായി ഗുജറാത്ത് ആണ് ഇപ്പോൾ 1-ാം സ്ഥാനത്ത് നിലകൊള്ളുന്നത്. ഇന്നത്തെ കളി തോറ്റെങ്കിലും 2-ാം സ്ഥാനത്ത് ഡൽഹി ഉണ്ട്. 7 കളിയിൽ നിന്നും അവർക്കും 10 പോയിന്റ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് ടീമുകളും 90% പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടുണ്ട്. നിലവിൽ പഞ്ചാബ് ആണ് 3-ാം സ്ഥാനത്ത്. 7 കളിയിൽ നിന്നും അവർക്കും 10 പോയിന്റ് ഉണ്ട്. ഇന്നത്തെ മത്സരം ജയിച്ച ലക്നൌ ബംഗളൂരുവിനെ മറികടന്ന് 4-ാം സ്ഥാനത്തേക്ക് കുതിച്ചു. 8 കളിയിൽ 5 എണ്ണം ജയിച്ചപ്പോൾ 3 എണ്ണം മാത്രമാണ് ലക്നൌ തോറ്റത്. ഇന്നത്തെ വിജയത്തോടെ ലക്നൌ ഏകദേശം പ്ലേ ഓഫ് ഉറപ്പിച്ചു. അതോടെ കോഹ്ലിയുടെ ബംഗളൂരു 6-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 8 പോയിന്റ് ആണ് ബംഗളൂരുവിന് ഇതുവരെ നേടാൻ സാധിച്ചത്. അതേസമയം 6-ാം സ്ഥാനത്ത് 7 കളിയിൽ നിന്നും 3 വിജയവുമായി കൊൽക്കത്ത 6 പോയിന്റ് നേടി 6-ാം സ്ഥാനത്തുണ്ട്. മുംബൈ, രാജസ്ഥാൻ എന്നിവരാണ് 7ഉം 8ഉം സ്ഥാനത്ത്. ഇന്നത്തെ കളി തോറ്റ രാജസ്ഥാൻ 7 കളിയിൽ നിന്നും 2 വിജയവുമായി 4 പോയിന്റോടെ 8-ാം സ്ഥാനത്ത് തന്നെ നിലകൊള്ളുന്നു. ഇപ്പോൾ അവർ മോശം കളിയാണ് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ടുതന്നെ അവർക്ക് ഇനി പ്ലേ ഓഫിലേക്ക് കടക്കുക എന്നത് അത്ര ഈസി ആയിരിക്കില്ല. മുംബൈ കഴിഞ്ഞ കളി ജയിച്ചതോടെ മികച്ച റൺ റേറ്റ് അവർക്ക് ലഭിച്ചു. അതുകൊണ്ടുതന്നെ 6 പോയിന്റുമായി അവർ രാജസ്ഥാൻ മുന്നിൽ 7-ാം സ്ഥാനത്ത് തുടരുന്നു. ഏറ്റവും അവസാന 2 സ്ഥാനങ്ങളിൽ ഹൈദരാബാദും ചെന്നൈയുമാണ്. നാളെയാണ് ചെന്നൈയുടെ അടുത്ത മത്സരം. അതിൽ ജയിച്ചാൽ അവർക്ക് ഹൈദരാബാദിനെ മറികടന്ന് പ്ലേ ഓഫ് സാധ്യത നിലനിർത്താം. നിലവിൽ ഇപ്പോൾ 1ഉം 2ഉം സ്ഥാനത്തുള്ള ഗുജറാത്തും ഡൽഹിയും ഏകദേശം പ്ലേ ഓഫ് ഉറപ്പിച്ച മട്ടാണ്. പക്ഷേ ഇനിയും നിർണായക മത്സരങ്ങൾ വരാനുണ്ട്. ചെന്നൈക്കും മുംബൈക്കും ഇനിയും പ്ലേ ഓഫിലേക്ക് കടക്കാൻ സാധിക്കും. ഈ IPL അതിന്റെ ആവേശത്തിലേക്ക് കടക്കുമ്പോൾ ആരാകും കപ്പ് നേടുക എന്നത് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിൽ അത് മുംബൈയോ ചെന്നൈയോ അതോ ഡൽഹിയോ? അഭിപ്രായം കമന്റിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.